ലോകത്തിലെ ഏറ്റവും വലിയ സൗജന്യ കുടുംബ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതി. ഇന്ത്യൻ ജനസംഖ്യയുടെ 40% വരുന്ന 12 കോടിയിലധികം സാധാരണക്കാരുടെ കുടുംബങ്ങൾക്ക്, അതായത് ഏകദേശം 55 കോടി ഗുണഭോക്താക്കൾക്ക് രാജ്യത്തെ സർക്കാർ ആശുപത്രികളിലും സ്വകാര്യ ആശുപത്രികളിലും ചികിത്സയ്ക്കായി ഒരു കുടുംബത്തിന് പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ ലഭിക്കുന്ന പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതി അഥവാ PMJAY. ഈ പദ്ധതിയിൽ എംപാനൽഡ് ചെയ്ത സർക്കാർ സ്വകാര്യ ആശുപത്രികളിലാണ് സൗജന്യ ചികിത്സ ലഭ്യമാകുക. കേരളത്തിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതി സംസ്ഥാനത്ത് നിലവിലുണ്ടായിരുന്ന സൗജന്യ ചികിത്സാ പദ്ധതികളായ RSBY, ചിസ് പ്ലസ് പദ്ധതികളുമായി സംയോജിപ്പിച്ച് 2019 മുതൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അഥവാ കാസ്പ് എന്ന പേരിലാണ് നടപ്പിലാക്കി വരുന്നത്. ഈ പദ്ധതിയുടെ 2024 ഓഗസ്റ്റ് മാസത്തിലെ ഏറ്റവും പുതിയ അപ്ഡേഷനുകളാണ് കേരളീസ് മീഡിയ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക. ആയുഷ്മാൻ ഭാരതും സംസ്ഥാനത്തുണ്ടായിരുന്ന സൗജന്യ ചികിത്സാ പദ്ധതികളും സംയോജിപ്പിച്ച് കേരളത്തിൽ നടത്തിവരുന്ന കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അഥവാ കാസ്പിൽ കഴിഞ്ഞ 5 വർഷമായി പുതിയ അംഗങ്ങളെ ചേർക്കാൻ കഴിഞ്ഞിരുന്നില്ല. 2019 മുതൽ ഇതുവരെയായി ലക്ഷക്കണക്കിന് അപേക്ഷകരാണ് സംസ്ഥാനത്ത് ഈ പദ്ധതിയിൽ ചേരുന്നതിനായി കാത്തിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പ്രതികൂല നിലപാടാണ് തടസ്സമെന്ന് സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു. ഒരു റേഷൻ കാർഡ് ഒരു കുടുംബം എന്ന കണക്കാക്കിയാണ് പദ്ധതിയിൽ അംഗങ്ങളെ ചേർത്തിരുന്നത്. 2018 ശേഷം അനുവദിക്കപ്പെട്ട ലക്ഷക്കണക്കിന് പുതിയ റേഷൻ കാർഡുകളിൽ ഉൾപ്പെട്ടവരാണ് പ്രധാനമായും പദ്ധതിയിൽ ചേരാനാകാതെ വലയുന്നത്. ഇവരിൽ പലരും അതിദാരിദ്ര്യം നേരിടുന്നവരുമാണ്. 2018-19 RSBY അഥവാ രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് പുതുക്കിയിട്ടുള്ളവർ, അതുപോലെ ആരോഗ്യ ഇൻഷുറൻസ് ഗുണഭോക്താവ് എന്ന പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ കത്ത് ലഭിച്ചവർ, 2011 സെൻസസ് അനുസരിച്ച് അർഹതയുള്ളവർ, ചിസ് പ്ലസ് ഗുണഭോക്താക്കൾ എന്നിങ്ങനെ 42 ലക്ഷം കുടുംബങ്ങൾക്കാണ് വർഷം 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സാ പദ്ധതി ഉള്ളത്. വർഷം 5 ലക്ഷം രൂപയുടെ ചികിത്സാ ഇൻഷുറൻസ് ലഭിക്കുമ്പോഴും 1 രൂപ പോലും പ്രീമിയമായി ഗുണഭോക്താക്കൾ നൽകേണ്ടതില്ല എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന സവിശേഷത. ഇതിന്റെ പ്രീമിയം തുകയെല്ലാം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളാണ് വഹിക്കുന്നത്. നേരത്തെ പറഞ്ഞ 2 വിഭാഗങ്ങളിലുള്ള 22 ലക്ഷം കുടുംബങ്ങളുടെ 60% തുക കേന്ദ്ര സർക്കാരാണ് നൽകുന്നത്. ഇവരുടെ ബാക്കി 40% തുകയും ബാക്കി 20 ലക്ഷം വരുന്ന കുടുംബങ്ങളുടെ മുഴുവൻ തുകയും സംസ്ഥാനമാണ് വഹിക്കുന്നത്. ഫലത്തിൽ വർഷം 1300 കോടിയോളം രൂപ ചെലവ് വരുന്ന പദ്ധതി കേന്ദ്ര സഹായം 150 കോടിയോളം രൂപ മാത്രമാണ് ലഭിക്കുന്നതെന്ന് സംസ്ഥാനം പറയുന്നു. ഒരു കുടുംബത്തിന് 1052 രൂപയാണ് വിഹിതമായി കണക്കാക്കുന്നത്. ഇതിൽ 60% തുകയായ 631 രൂപയാണ് കേന്ദ്രം നൽകുന്നത്. കേന്ദ്ര വിഹിതം കൂടാതെ മുന്നോട്ടു പോകുവാൻ കഴിയില്ലെന്ന് സംസ്ഥാന സർക്കാർ പറയുന്നു. നിലവിൽ 1000 കോടിയോളം രൂപ ആശുപത്രികൾക്ക് കുടിശ്ശികയാണ്. ഇതുമൂലം പല സ്വകാര്യ ആശുപത്രികളും ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നുണ്ട്. ഇനി പുതിയ ഗുണഭോക്താക്കളെ ഉൾപ്പെടുത്തുവാൻ കഴിയില്ലെന്നും 1052 രൂപ എന്ന വിഹിതം കൂട്ടുവാൻ കഴിയില്ലെന്നുമാണ് കേന്ദ്ര നിലപാട്. കൂടുതൽ കേന്ദ്ര സഹായം ലഭിച്ചില്ലെങ്കിൽ പദ്ധതി തന്നെ പ്രതിസന്ധിയിലായേക്കുമെന്ന അവസ്ഥയിലാണെന്ന് സംസ്ഥാനം പറയുന്നു. ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ വാടക വീടുകളിൽ കഴിയുന്നവർ, അതിദരിദ്രർ തുടങ്ങിയ ലക്ഷക്കണക്കിന് പേർക്കാണ് AY മഞ്ഞ, PHS പിങ്ക് റേഷൻ കാർഡുകൾ നൽകിയത്. അന്ത്യോദയ അന്ന യോജന AY മഞ്ഞ റേഷൻ കാർഡ്, മുൻഗണനാ റേഷൻ കാർഡുള്ള കുടുംബങ്ങളെ കൂടി പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ പലതവണ കത്തയച്ചതായും സംസ്ഥാന സർക്കാർ പറയുന്നു. സാധാരണക്കാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നതിന് കേന്ദ്ര സർക്കാർ ആയുഷ്മാൻ ഭാരത് എന്ന പദ്ധതി പ്രഖ്യാപിച്ചതോടെയാണ് ആയുഷ്മാൻ ഭാരതും RSBYയും ചിസ് പ്ലസ് പദ്ധതികളും സംയോജിപ്പിച്ച് കേരളം 2019 കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അഥവാ കാസ്പ് ആരംഭിച്ചത്. വർഷം തോറും ഓരോ കുടുംബത്തിനും സ്വകാര്യ സർക്കാർ ആശുപത്രികളിൽ നിന്ന് 5 ലക്ഷം രൂപ വരെയുള്ള ചികിത്സ സൗജന്യമായി ലഭിക്കുന്ന ഈ പദ്ധതിയിൽ 2023-24 വർഷത്തിൽ 1.5 ലക്ഷം പേരാണ് ചികിത്സ തേടിയത്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ ചില മാറ്റങ്ങൾ ഇപ്പോൾ കൊണ്ടുവരികയാണ്. അംഗൻവാടി ജീവനക്കാർ, ആശാ വർക്കർമാർ തുടങ്ങിയവരെയൊക്കെ പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയാണ്. ഇതോടൊപ്പം 70 കഴിഞ്ഞ വൃദ്ധജനങ്ങളെയും ഉൾപ്പെടുത്തുവാൻ പോകുന്നു. ഇതിന്റെ നടപടിക്രമങ്ങൾ വരുന്നതിനോടൊപ്പം സംസ്ഥാനത്തിനും അനുകൂലമായ രീതിയിൽ നടപടികൾ വരുമെന്ന പ്രതീക്ഷയാണ് ഉള്ളത്. ഈ പദ്ധതിയുടെ വരുന്നാളുകളിലെ അപ്ഡേറ്റുകൾ നിങ്ങളെ കൃത്യമായി അറിയിക്കുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് കേരളീസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സേവനങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കൃത്യമായി ലഭിക്കുവാൻ കേരളീസ് മീഡിയ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക. മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക്